21/11/2025 ഇന്നേന്നു എന്റെ 22nd ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും വെറുതെ അങ്ങോട്ട് കുത്തുന്നു. അപ്പൊ രാത്രി ആയപ്പോ എനിക്ക് ഭയങ്കര ഒരു ഉൾക്കുത്തല്. ബർത്ത്ഡേ ആയിട്ട് വെറുതെ കുത്തുന്നിട്ടേ അപ്പൊ ചച്ച് വീട്ടിൽ പോയിട്ട് വരാം. പിന്നെ അതിന്റെ പിന്നിൽ വേറൊരു ദുരുദ്ദേശം കൂടി കുറച്ചായിട്ട് എന്റെ മേക്കപ്പ് പേജിൽ എല്ലാവർക്കും മേക്കപ്പ് വീഡിയോസിനെക്കാട്ടിലും വേണ്ടത് എന്റെ പ്രോഡക്ട്സ് വീഡിയോസ് അങ്ങനെ കുറച്ചെണ്ണത്തിന്റെ വീഡിയോസും കൂടി എടുക്കാണ്ട് അതും കൂടി ഒന്ന് എടുത്തിട്ട് വരാൻ വിചാരിച്ചു. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇടയിലുണ്ട് കുറച്ച് ആൾക്കാരെ വിളിക്കാം. ആരാന്നല്ലേ വേറെ ആരിന്റെ സ്വന്തം വാല സംഭവം ഞാൻ ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് പക്ഷേ നേരിട്ട് വിളിച്ചിട്ട് ഏതാ കേക്കിന്റെ ഫ്ലേവർ എന്ന് ചോദിച്ചു. പിന്നെ കൂടുതൽ സർപ്രൈസ് ആവാനൊന്നും നിന്നില്ല. കിട്ടുന്നത് വാങ്ങി പോരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ പടാളൊക്കെ പക്ഷെ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരുണ്ടായില്ല, പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഗ്യാങ്ങിന്റെ കുഴപ്പം. ഒരാളുണ്ടാവും ഒരാളുണ്ടാവില്ല. അങ്ങനെ ഓല് വന്ന് ക്യാമറയും മുടിച്ച് നിന്നപ്പോ തന്നെ ഓരോരുത്തരും മുഖം പൊത്തി നിൽക്കണം. ഇതാണ് ഞാൻ ഇവിടെ പരിപാടി ഏൽപ്പിച്ചാലും ഇതാണ് പ്രശ്നം. ക്യാമറ ഓൺ ആക്കിയതിന്റെ പേരിൽ ഫോൺ കളിക്കണ വീഡിയോ എടുത്ത് വൈറലാക്കും വിചാരിച്ചിട്ട് തിരിഞ്ഞിരിക്കണ വടക്കൻ വീഡിയോയിൽ വരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞിരിക്കണ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ബർത്ത്ഡേ എഴുതിയ പേര് അത് ഞാനാണ്. 11 ആണ് നേരത്തെ തിരിഞ്ഞിരുന്നത്. ആദ്യമായിട്ടൊരു കുട്ടി ഐക്കോന്റെ ഷോ ആണ്. അതങ്ങനെ ഒന്ന് ഇതാണ് ഞങ്ങളുടെ ടീമിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ വീട്ടിൽ സഞ്ജിത്ത്. ആർ യു ഹാപ്പി ബേബി? അങ്ങനെയൊക്കെ തിന്നാനും കുടിച്ചാനൊക്കെ കൊടുത്ത് സോറൊക്കെ പറഞ്ഞിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ലക്ഷ്യം കേക്ക് കട്ടിങ് ആണല്ലോ. എനിക്ക് കേക്ക് കട്ടിയാണെങ്കിൽ പിന്നെ എന്റെ ഇടവും വല്ലതും ബോഡി ഗാർഡ്സ് എന്റെ ഒരു ബോഡി ഗാർഡ് അവിടെ കണ്ടോ ഇതാ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അതിനെ പോയി ഉടുപ്പൊക്കെ ഇടിപ്പിച്ചോണ്ട് കേക്ക് കട്ടിയാനിരുന്നത്. ആദ്യം തന്നെ അതിന്റെ മണ്ടക്കിൽ ചെറിയെടുത്തായി കിട്ടും. നോട്ടം കണ്ടാത്തൊന്നും ഓനെ കേക്ക് ഇപ്പൊ കൊടുത്തത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ചെറുക്കന് കേക്ക് ഇഷ്ടമല്ല. പിള്ളേലൊരു പൊട്ട് തിന്നാലും ഞാനിപ്പോ എന്റെ ഭാഗ്യമായിട്ട് കണക്കാക്കും. അപ്പൊ പറഞ്ഞു കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആനിവേഴ്സറി അല്ല ബർത്ത്ഡേ ആണ്. അവിടെ നിന്ന് പറയാൻ പറ്റില്ല. കണ്ട മുഖം തിരിച്ചു പോകുന്നത് എന്തിനാണ് ഇത് കണ്ടിട്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവും. അതിന്റെ ഇടയിൽ എന്താ ഇയാളും കൂടെ പണി തുടങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? വെള്ളർക്കല് മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ ഭാഗം കഴിഞ്ഞ് വീതം തീരെ നിൽക്കുന്ന ഒരൊറ്റ അതുകൊണ്ട് ഞാൻ തന്നെ കുത്തിരുന്ന് മുറിച്ചു. അതുകൊണ്ടെന്നാ ഒന്ന് തെക്കാണെങ്കിൽ ഒന്ന് വടക്ക്. പിന്നെ വന്ന 3 എണ്ണത്തിൽ 2 എണ്ണം കേക്ക് വലിയ പോളിങ്ങൊന്നും ഇല്ല. എന്തിനും തിന്നിട്ടാണോ വന്നതെന്ന് എനിക്ക് സംശയമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടത് തിന്നത് വീഡിയോ എടുത്ത് പറഞ്ഞു. താങ്ക് യു. ഒരാളെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ ശുഭകരമായി അവസാനിപ്പിച്ച ശേഷം യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ആൻഡ് ഇതാണ് കുറെ കേക്ക് അടിച്ച പെട്ടെന്ന് ചേട്ടാണ്. മനസ്സിലായില്ല? കുറെ കേക്ക് പെട്ടെന്ന് ചേട്ടാ ഇങ്ങനെ ഇപ്പൊ ഇതിനുള്ള എനിക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞപ്പോ കുറച്ച് നേരം അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ച് പെട്ടിയും പ്രമാണം കിട്ടി. അതായത് കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തി. ലൈക്ക് ഈ റിംഗ് ലൈറ്റ്, ഈ കിടക്കുന്ന വെള്ളത്തുണി, ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയതാണ്. എല്ലാം കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോ ചെറിയൊരു ടിസ്റ്റ് ഉണ്ടായി. ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷെ തിരക്കിന്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. കണ്ടില്ലേ അന്തം വിട്ടതാ കുറച്ച്. അതിൽ എനിക്ക് മാത്രമല്ല പരിഗണന. ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതിന് നിങ്ങളുടെ എഫേർട്ടിന് അങ്ങനെ എല്ലാത്തിനും ഒരുപാട് താങ്ക് യു.